അസ്ലമോയമാണ് ഒയമ്പ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കേരളത്തിൽ മൺസൂൺ ഏറ്റവും കൂടുതൽ പോകാൻ പറ്റിയൊരു സുന്ദരമായ ഇടത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങളെല്ലാവരും പോയതായിരിക്കും, വൺ ഡേ ട്രിപ്പ് പോലെയും അതുപോലെ തന്നെ ദൂരെയുള്ളവരൊക്കെ വന്ന് താമസിച്ച് പോകുന്ന സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഹൈക്കിങ്ങോ ട്രെക്കിങ്ങോ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റാണിപുരം. റാണിപുരത്തേക്ക് നമുക്ക് എങ്ങനെ എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി, കാലിക്കറ്റ്, കണ്ണൂർ, നമ്മൾ എത്തേണ്ടത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് നിന്നാണ് നമുക്ക് റാണിപുരത്തേക്ക് പോകേണ്ടത്. രണ്ട് രീതിയിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. കാഞ്ഞങ്ങാട് നിന്ന് ഡയറക്റ്റ് ബസ് റാണിപുരത്തേക്കുണ്ട്. അത് ബസ് കാഞ്ഞങ്ങാട് ടു റാണിപുരം രാവിലെ 7:50 KSRTC ഉണ്ട്, 2:50 PM KSRTC ഉണ്ട്, 4:20 ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്. തിരിച്ച് നമ്മൾ ബസ് റാണിപുരം ടു കാഞ്ഞങ്ങാട് നോക്കുകയാണെങ്കിൽ രാവിലെ 7:50 പ്രൈവറ്റ് ബസ് ഉണ്ട്, 9:50 KSRTC ബസ് ഉണ്ട്, 4:55 KSRTC ബസ് ഉണ്ട്. ഇതാണ് അവിടുത്തെ ടൈമിങ്. ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് എത്താൻ പറ്റും. ട്രെയിനിന് പോകുന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് ഇറങ്ങുക, അവിടെ നിന്ന് പോകാൻ പറ്റും. ഇനി ബസ്സിന് പോകുന്നുണ്ടെങ്കിലും കാഞ്ഞങ്ങാട് പാണത്തൂർ ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പനത്തടിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. അവിടത്തേക്ക് 35 കിലോമീറ്ററാണുള്ളത്, 1 hour. അവിടെ നിന്ന് നമുക്ക് 10 കിലോമീറ്റർ യാത്രയുണ്ട് റാണിപുരത്തേക്ക്. ബസ് ഉണ്ടാവില്ല, അപ്പോൾ കൊണ്ട് ജീപ്പ് അതുപോലെ തന്നെ ഓട്ടോ. ജീപ്പ് 500 രൂപ, ഓട്ടോ 300 രൂപ, അങ്ങനെയൊക്കെയാണ് ബാക്കുന്നത്. നമുക്ക് കുറച്ച് പേരുണ്ടെങ്കിൽ ഷെയർ ഇട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് റാണിപുരത്ത് എത്താനുള്ള മാർഗ്ഗം. റാണിപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മിനി ഊട്ടി എന്നൊക്കെയാണ് റാണിപുരത്തെക്കുറിച്ച് പറയുന്നത്. 1049 മീറ്റർ ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള സ്ഥലമാണ്. എൻട്രി ഫീ വരുന്നത് 50 രൂപ അഡൾട്ടിന്, 20 രൂപ കിഡ്സിന്. ടൈം വരുന്നത് 8 മണി മുതൽ 3 മണി വരെയാണ്. അതായത് 8 മണിക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ 3 മണിക്ക് ഇറങ്ങണം എന്നല്ല പറയുന്നത്. ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങേണ്ടത് 5:30 ഇങ്ങോട്ട് ഇറങ്ങണം. അതുപോലെ തന്നെ 5 കിലോമീറ്റർ യാത്രയുണ്ട്. 5 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ആണ്. 2.5 കിലോമീറ്റർ അങ്ങോട്ട്, 2 കിലോമീറ്റർ ഇങ്ങോട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാട് കഴിഞ്ഞാൽ പുൽമേട് കഴിഞ്ഞാൽ വീണ്ടും കാട്, പിന്നെ പുൽമേട്, അങ്ങനെ സുന്ദരമായ കാറ്റും പുൽമേടുകളും പച്ചപ്പും നിറഞ്ഞ സ്ഥലങ്ങളിൽ കൂടി വളരെ സുന്ദരമായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകൾക്കും പ്രായം കൂടിയ ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ സുന്ദരമായ ഇടാണ്. നമ്മുടെ വേർട്ടുകോൻ്റെ ക്യാമ്പിൽ 67 വയസ്സുള്ള ആളുകൾ, 65 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളൊക്കെ അടക്കമുള്ള ആളുകൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് നടത്താൻ പറ്റിയ, ഈസി ആയിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഒരു ചെറിയൊരു സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള, അങ്ങനെ ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ചെറുതായിട്ട് അട്ടൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചെറിയ നല്ല സോക്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കരുതി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ സാനിറ്റൈസർ, ഉപ്പൊക്കെ കരുതുക. ബെസ്റ്റ് ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം തന്നെയാണ്, മൺസൂൺ സമയമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റും. അക്കോമഡേഷൻ ഓപ്ഷൻ, അതായത് ദൂരെ നിന്ന് വരുന്നവർക്ക് അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് ഹൈക്കിങ്ങിന് പോകാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ നമ്മുടെ റിസോർട്ടും കാര്യങ്ങളുണ്ട്, അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. KTDCൻ്റെ തന്നെ റിസോർട്ട് ഉണ്ട്. അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകളും ഒത്തിരി സ്റ്റേകളും അവിടെ നടക്കുന്ന, ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. വേർട്ടുകൊണ്ടൊരു ക്യാമ്പ് അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഒരുമിച്ച് കൂടുക, ചെറിയ ഹൈക്കിങ് നടക്കുക, തിരിച്ചു വരിക. ഇപ്പോൾ ഈ മൺസൂൺ ആ കാലത്ത് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, നോർത്ത് കേരളയിൽ കാസർഗോഡുള്ള സുന്ദരമായിട്ടുള്ള റാണിപുരത്തേക്ക് നിങ്ങൾ യാത്ര പോയിട്ടുണ്ടാവും മുമ്പൊക്കെ. ഞാനൊക്കെ മുമ്പ് പോയതാണ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ്. വീണ്ടും അടുത്ത് പോകാൻ പറ്റി. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ഡെസ്റ്റിനേഷനായി വരുന്നതുവരെ ഗുഡ് ബൈ. ഈ വീഡിയോ നിങ്ങളെ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ റാണിപുരം പോകണോ, എങ്ങനെ പോകേണ്ടതെന്നൊക്കെ തോന്നുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.